ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന വോട്ടുകോഴ സംസ്ഥാനത്ത് പലയിടത്തും തിരഞ്ഞെടുപ്പിൽ നടന്നത് പ്രബുദ്ധ കേരളത്തിന് അപമാനകരമാണെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ചോമ്പാൽ LP സ്കൂളിൽ 21ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം രീതി എല്ലാറ്റിനും നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തെ പിറകിലേക്ക് വലിക്കും. സംസ്ഥാനത്ത് UDF മികച്ച വിജയം നേടി അധികാരത്തിലെത്തും. മുഖ്യമന്ത്രിയെ ആരും ഉയർത്തി കാണിക്കില്ല. പാർലമെന്ററി പാർട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. UDF നേതാക്കളായ P. ബാബുരാജ്, പ്രദീപ് ചോമ്പാല, UA റഹീം എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ട പണം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അധപ്പതിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ പാലക്കാട്ടെ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നത് ഇത് സംബന്ധമായിട്ട് കേസ് എടുത്തെന്ന് മനസ്സിലാക്കുന്നു. ഇലക്ഷൻ കമ്മീഷനും വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഞാൻ കാണുന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പണത്തിന്റെ ആധിപത്യം തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ജനാധിപത്യത്തിന്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടും. അത് ശരിയല്ല. അതിന്റെ അന്തസ്സത്ത നഷ്ടപ്പെടുന്ന ഒരു നിലപാടായിരിക്കും നാളെ വരാൻ പോകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാറ്. പണ്ട് ഈ പറയുന്ന നമ്മൾ കൗ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് പണ്ട്, അതൊന്നും ഇപ്പോഴില്ല. ബീമാരു സ്റ്റേറ്റ്, ബീഹാർ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് പറയാറ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ കേരളം പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ കുറേയും കൂടി പ്രബുദ്ധമായ സംസ്ഥാനമാണ്, ഇന്ത്യക്കൂടെ മാതൃകയാണ്. നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് കേരള മോഡൽ എന്ന കാര്യം. കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മോഡല്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുക, രാഷ്ട്രീയ രംഗത്ത് സത്യസന്ധത പാലിക്കുക, പൊതുരംഗത്ത് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്, അതല്ലേ വേണ്ടത്. ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇടതുപക്ഷം ഞാൻ പുരപ്പുറത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ?